കിട്ടോ? ആരും അതിനെ പഠിച്ച ജോലി കിട്ടും? പഠിച്ച് 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 വരുമ്പോ പരീക്ഷ എഴുതി 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 വരുമ്പോ പരീക്ഷയ്ക്ക് ജയിക്കണം. അങ്ങനെ പരീക്ഷയ്ക്ക് ജയിച്ച് 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 വരുമ്പോഴാണ് ജോലി കിട്ടുക, അല്ലേ? അല്ലാതെ പഠിച്ചുകൊണ്ട് മാത്രം എന്താ ചെയ്യാൻ പറ്റില്ല, ജോലി കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തോ ചെയ്യണം? ജയിച്ചാലേ എന്ത് കിട്ടുള്ളൂ? ജോലി കിട്ടുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ജയിക്കാനായിട്ട് പറ്റുക? അതിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് എന്താണ്? ആരാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ആളായിരിക്കേണ്ടത്? ദൈവം. ആരാണ്? ദൈവം. യേശു നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും? വിജയം ലഭിക്കും. നമ്മൾ തോറ്റു പോകും? ഇല്ല, വിജയം ലഭിക്കും. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അവിടെ എന്താ എഴുതിയേക്കണെന്ന് അറിയാമോ? ആന്റി പറയാം. ഗോഡ് ഫസ്റ്റ്, ബി യുവർ ബെസ്റ്റ്. മലയാളത്തിൽ എന്താണ്? ദൈവം ആദ്യമാണെങ്കിൽ വിജയം നിശ്ചയമായിട്ട് കിട്ടും, വിജയം ഉറപ്പായിട്ട് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് വിജയം, സജ്ജന, ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ വിജയം ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ ഗോപൻ ബ്രദർ ഒരു പാട്ട് പാടിയില്ലേ? ഗോപൻ ഞങ്ങൾ പാടിയ പാട്ട് നിങ്ങൾ പഠിച്ചായിരുന്നോ? ആന്റിക്ക് തൊണ്ടയൊക്കെ ഇടങ്ങി, പാട്ടുകാരിയാണ് ആന്റി, എന്നാലും തൊണ്ട ഇടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഗോപൻ ബ്രദറിനോട് പാടാൻ പറഞ്ഞത്. ആന്റി ഒന്ന് പാടി നോക്കട്ടെ, നിങ്ങൾ കൂടെ പാടുവോ? യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ 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 പിന്മാറാതെ. ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, പിന്മാറില്ല 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 പിന്മാറില്ല. യേശുവിൻ പിൻപേ പോകാനുറച്ചു. പഠിക്കേ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ 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 പിന്മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, 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 no turning back. പഠിച്ചോ പാട്ട്? ഇഷ്ടമായോ? യെസ്. ആർക്കും ഇഷ്ടമായോ? കൂടുതൽ ഇഷ്ടമായി? പാടാൻ പറ്റുമോ? പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഒരിക്കൽ കൂടെ പാടാം. യേശുവിൻ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ പിന്മാറാതെ. കൈകളൊക്കെ കൊണ്ടുവന്നായിരുന്നു എല്ലാവരും.
നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൈ ഉയർത്തിയേ. ആ മിഥുനാണ് ആന്റി തോളെ തട്ടി പ്രശംസിക്കുക കേട്ടാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വേറെന്താ വിചാരിച്ചത്? സമരം കിട്ടുന്ന കരുതിയാ. ഓക്കെ, കൈ അടിച്ച് നമ്മൾ പാടാൻ പോവാണ്. ഒരുമിച്ച് പാടണം, പെട്ടെന്ന് പാടുന്ന സമയമില്ല. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ 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 പിന്മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world behind. ഇതിലും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അത് ചോദിക്കും കേട്ടോ. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. നമ്മുടെ കഴിവുകളെ നാം ആദ്യം തിരിച്ചറിയണം. നമുക്ക് കഴിവുണ്ടോ? കഴിവില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ കഴിവ് എന്താണെന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതെന്താ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. മൂന്നാമതെന്താ? യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. നാലാമത് യേശു ക്രിസ്തുവിന്റെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നല്ല സ്വഭാവത്തോടുകൂടെ യേശുവിൽ വിശ്വസിച്ച് ഒരു വലിയ ലക്ഷ്യത്തിനായി നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ പരാജയപ്പെടുത്താനായിട്ട് ആര് വരും? സാത്താൻ വരും. അപ്പൊ ആ സാത്താൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് കൊണ്ടുവരുന്നത്? സാത്താന്റെ കയ്യിൽ ഒത്തിരി സൂത്രങ്ങളുണ്ട് കേട്ടോ. അപർണയല്ലേ? അങ്ങനെയല്ലേ? അപർണയല്ലേ പേര്? അപർണ. സാത്താന്റെ കയ്യിൽ ഒത്തിരി സൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങളൊക്കെ നമ്മൾ എന്തോ ചെയ്യണം? തിരിച്ചറിയണം. എന്നിട്ട് ആ സൂത്രത്തിൽ പോയി പെടണോ? പിന്നെ എന്തോ വേണം? സൂത്രത്തിൽ ചാടാതെ മാറിപ്പോകണം അല്ലേ? സൂത്രത്തിൽ ചാടാതെ മാറിപ്പോകണം. അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണേ. ഒന്നാമത് നമ്മെ തന്നെ നാം തിരിച്ചറിയണം. ഈ ലോകത്തിലെ എല്ലാ കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമോ? ഈ ലോകത്തിലെ എല്ലാ കാര്യവും എന്നെ കൊണ്ട് പറ്റും. വിജിത്തേ, വിജിത്ത് എന്നല്ലേ? വിജീഷ് എന്നാ പേരെന്തുവാ? സോറി, വിനോസ്. വിജിത്ത് എന്നായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്തത്. വിനോസ്. വിനോദേ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? പ്രിയ റിജോനെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഇതിന് പറ്റുമോ? ജസ്റ്റിക്ക് പറ്റുമോ അല്ലേ? പറ്റില്ലേ? പ്രിയക്ക് പറ്റുമോ? അയ്യോ. ഇന്നെന്തായാലും മിടുക്കിയായിട്ട് വേദഭാഗം വായിച്ച ഇവനേക്ക് അതെല്ലാം പറ്റുമല്ലേ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. പപ്പ സമ്മതം കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൈ ഉയർത്താം. റിയ, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് നോക്കാം കേട്ടെ. നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം നമുക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ ദൈവം നമുക്ക് ചില കഴിവ് തന്നിട്ടുണ്ട്. ആന്റിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആന്റി വീട്ടിൽ ഇരുന്ന് പാടുമ്പോൾ ആന്റിയുടെ വീട്ടിൽ അങ്കിൾ പറയും, ഒന്ന് നിർത്തുവോ? അത്രയ്ക്ക് മനോഹരമാണ് ആന്റിയുടെ പാട്ട്. പക്ഷെ ആന്റിയേക്കാൾ നന്നായിട്ട് ആന്റിയുടെ വീട്ടിലെ 3 പേരും പാടും. പക്ഷെ ആന്റിക്ക് പാടാനായിട്ട് അറിയത്തില്ല. ആന്റി എത്ര പാടണമെന്ന് വിചാരിച്ചാലും ആ സംഗതികളൊന്നും വരില്ല, താളം വരത്തില്ല, ഒന്നും ശരിയാവില്ല. പക്ഷേ ഇല്ലേ പറഞ്ഞേ, എന്താ അതിഥി എങ്ങനെ അതിഥിക്ക് എന്താ നന്നായിട്ട് ചെയ്യാൻ അറിയാമല്ലേ? പാട്ട് പാടുമോ? ഡാൻസ് കളിക്കുമോ? പടം വരയ്ക്കുമോ? നന്നായിട്ട് പഠിക്കുമോ? എപ്പോഴും പ്രാർത്ഥിക്കുമോ? എല്ലാം ചെയ്യുമോ? അതിഥി എല്ലാം ചെയ്യുമല്ലേ? പക്ഷെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾ ട്രെയിനിങ് നേടുവാണെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ ജയിക്കാനായിട്ട് പറ്റും. ആ കാര്യത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കാര്യമുണ്ട്.
ചില കാര്യങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് അതിനകത്ത് നന്നായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഏതിന് എന്താ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം? ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിച്ച് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം കേട്ടോ. ഞാൻ നന്നായി പാടും, എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയാം, ഞാൻ നന്നായി പഠിക്കും, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനാണ് ഇഷ്ടം, നന്നായി ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് നന്നായിട്ട് കഥ പറയാൻ അറിയാം, കളികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ജയിക്കും, ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, സംഗീതോപകരണങ്ങൾ വായിക്കാൻ എനിക്കറിയാം, സുഹൃത്തുക്കളുടെ കൂടെ അവരെ സന്തോഷിപ്പിച്ച് നടക്കാൻ എനിക്കറിയാം. എന്തായിരുന്നു മോന്റെ പേര്? സഞ്ജയ്. സഞ്ജയ് ലാസ്റ്റ് പറഞ്ഞത് കേട്ടപ്പോ ഒന്ന് ചിരിച്ചല്ലേ. സഞ്ജയിന് പറ്റുന്ന കാര്യം എന്താണ്? വിജിത്ത്, വിനോദ്. വിനോദിന്റെ കൂടെ നടന്ന് വിനോദിനെ ഞാൻ സന്തോഷിപ്പിച്ച് നടക്കും. എന്താണ് വിദുലയ്ക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ എന്താണ് വിദുലയുടെ കഴിവായിട്ട് വിദുല മനസ്സിലാക്കിയിരിക്കുന്നത്? മനസ്സിലാക്കിയില്ല? വിദുൽ പറയും. പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ അറിയത്തില്ല ആരും എന്ത് കഴിവാണ് ഏറ്റവും കൂടുതലുള്ള? പടം വരയ്ക്കാൻ. വെരി ഗുഡ്, കൈ അടിച്ചേ. ആരെങ്കിലും പടം വരയ്ക്കാനാണ്? മെർലിൻ എന്താ കഴിവുള്ളത്? എന്താ കഴിവുള്ളത്? പാടാൻ. വെരി ഗുഡ്, പാടാനാണ് മെർലിൻ കഴിവുള്ളത്. മോനെന്ത് കഴിവാ ഉള്ളത്? എന്ത് കഴിവുള്ളത്? പാടാനാണ് കഴിവുള്ളത്. വെരി ഗുഡ്, ക്ലാപ്പ് ചെയ്തേ. നിനക്ക് എന്ത് കഴിവുള്ള മെർലിനെ? പടം വരയ്ക്കാനാണ് കഴിവുള്ളത്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെന്താണ്, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ മോൾക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള കഴിവുകൾ മാതാപിതാക്കൾ കണ്ടെത്തി അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. ചില സമയത്ത് അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവർ കാണിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് എന്താണ് അവരുടെ ടാലന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. ചില കുട്ടികൾ ഭയങ്കരമായി വായിക്കുന്ന ശീലമുള്ള കുട്ടികളുണ്ട്, നന്നായി സംസാരിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഇപ്പോഴേ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് ശീലിപ്പിച്ചാൽ അവർ ഭാവിയിൽ IAS എടുക്കാൻ എന്തുകൊണ്ടും അവർ യോഗ്യരാണ്. കാരണം IASലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ചവിട്ടുപടികളിൽ ഒന്നാണ് അവരുടെ വായനാശീലവും നന്നായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. ബാക്കിയെല്ലാം പിന്നാലെ നമ്മൾ ട്രെയിൻ ചെയ്തപ്പോൾ വന്നോളൂ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് നമ്മളവരെ ആ നിലവാരത്തിൽ ട്രെയിൻ ചെയ്യണം. ചില കുട്ടികൾക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ചില കുട്ടികളാണ്. നമ്മളോടൊന്നും വലിയ സ്നേഹമൊന്നും കാണത്തില്ല. പക്ഷെ ഗ്രാൻഡ് പാരൻസ് ഒന്ന് വയ്യാതായാലോ ക്ഷീണിച്ചാലോ ഒക്കെ അവരുടെ അടുത്ത് പോയിരുന്ന് അവരെ കംഫർട്ട് ചെയ്യുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു സർവീസ് മെന്റാലിറ്റി ഉണ്ട്. റോഡിൽ കൂടെ പോകുമ്പോൾ രക്തം വീണിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തല ഇറങ്ങി വീഴുന്ന ചിലരുണ്ട്. അവരെ പിടിച്ച് MBBS ഉണ്ടാക്കാൻ പറ്റുമോ? അതേസമയം ഓടിപ്പോയി എടുത്ത് ഓട്ടോയ്ക്കകത്തോ കാറിനകത്തോ വെച്ച് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഭയങ്കര വോളണ്ടിയർ മൈൻഡായിട്ടുള്ള വളരെ ധൈര്യശാലികളായ കുട്ടികളെ നമ്മൾ കണ്ടാൽ ആ നിലവാരത്തിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ പ്രത്യേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക കഴിവ് എന്താന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മളെ തന്നെ മനസ്സിലാക്കണം. അടുത്ത സ്ലൈഡ് എടുക്കാവോ? പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് നമുക്ക് IQ വേണമെന്നാണ്. IQ നേരിട്ടുണ്ടോ? ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാണ്. നമുക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ IQ ടെസ്റ്റ് ചെയ്താൽ മതി. ഭയങ്കര ബുദ്ധിയുള്ള വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് IQ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 2020 ശേഷമൊക്കെ ജനിച്ച കുട്ടികൾക്ക് ഭയങ്കര IQ എന്നാണ് പറയുന്നത്. IQ ഭയങ്കര കൂടുതലാണ്. ഇന്റലിജന്റ് കോഷ്യന്റ്, ബുദ്ധി കൂടുതലാണ്. പക്ഷെ ബുദ്ധി മാത്രം നമുക്ക് പോരാ, വേറെ രണ്ട് കാര്യം കൂടെ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് EQ എന്ന് പറയും. എന്താ മക്കളെ? EQ. IQ ഉണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? അപ്പുറത്തൊരു സാധനം ഉണ്ട്, അതിന്റെ പേരാണ് SQ. SQ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സ്പിരിച്വൽ കോഷ്യന്റ്. അപ്പൊ നമ്മുടെ ലൈഫില് എല്ലാവരും പറയും നല്ല IQ ഉള്ള കുട്ടിയാ, അവനെ IAS കാരനാക്കാം,
നല്ല EQവും SQ ഉള്ളവരൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് SQ ആണ്. SQ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ മക്കളെ? പള്ളിയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപ്പോഴേ മുട്ടുകുത്തിയാൽ ആ കുട്ടിക്കാണ് SQ കൂടുതൽ. നിങ്ങളെല്ലാവരും മുട്ടുകുത്താറുണ്ടോ? പ്രാർത്ഥന എന്ന് കേട്ടാലേ മുട്ടുകുത്താറുണ്ടോ? കൂട്ടാറുണ്ടോ? ഇവിടെ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ കണ്ണടച്ച് എത്ര പേരുണ്ട്? സത്യസന്ധമായി കൈ ഉയർത്തിക്കേ. എന്നോട് കള്ളം പറയരുതേ, ഞാൻ കണ്ണു തുറന്ന് നിങ്ങൾ നോക്കുമായിരുന്നേ. ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും കണ്ണു തുറക്കാതെ അങ്കിള് പ്രാർത്ഥിച്ചപ്പോ കണ്ണടച്ചിരുന്ന എത്ര പേരാ ഉള്ളേ? വെരി ഗുഡ്, 2 പേരാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതിനെ ഉണ്ടായിരുന്നു, ഇതിനുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ശരി, ഓക്കെ. ബാക്കിയുള്ളവര് എല്ലാവരും എന്തോ ചെയ്തു? കണ്ണു തുറന്ന് നോക്കി. ദൈവത്തോടുള്ള ബഹുമാനമാണ് SQവിലുള്ളത്. നമുക്ക് ദൈവത്തോട് ബഹുമാനം ഉണ്ടാകണം. പള്ളിയിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ നമ്മുടെ കൈ അങ്ങോട്ട് പോകണം, കൈ അങ്ങോട്ട് പോകണം. പ്രാർത്ഥന ഇവനെ കാണിച്ചു.